മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മൂവാണ്ടൻ ഇനത്തിൽപ്പെട്ട ഒരു മാവ്, ആ മാവിൻ്റെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. മൂവാണ്ടൻ ഇനത്തിൽപ്പെട്ട മാവെന്ന് പറയുമ്പോൾ 3-ാം കൊല്ലം കായ്ക്കുമെന്നാണ് നമ്മളോട് പലരും പറഞ്ഞിരിക്കുന്നത്. അതായത് മാങ്ങയുടെ വിത്ത് കുഴിച്ചിട്ട് മാങ്ങാണ്ടി കുഴിച്ചിട്ട് കിളിച്ച് 3-ാമത്തെ കൊല്ലം കായ്ക്കുന്നു. പക്ഷേ അതിൽ യാതൊരു സത്യവുമില്ല. മൂവാണ്ടൻ മാങ്ങെന്ന് പറയുന്നൊന്നേ ഇത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ മിനിമം ഒരു 6-7 കൊല്ലം കഴിഞ്ഞെങ്കിലേ ഈ മാവ് കായ്ക്കത്തുള്ളൂ. പകരം ഗ്രാഫ്റ്റ് ചെയ്തോ വഡ് ചെയ്തോ ആയ തൈകൾ 2 കൊല്ലത്തിനകത്ത് വെച്ച് കായ്ക്കുന്നതായിട്ട് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വഡ് ചെയ്തും ഗ്രാഫ്റ്റ് ചെയ്തുമായ തൈകൾ നമ്മൾ വയ്ക്കുമ്പോഴും അത് വളരുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ചുവട്ടിൽ ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗങ്ങളുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം, അതായത് ഈ തണ്ടും അതിന് താഴെയുള്ള ഭാഗവും തമ്മിലുള്ള വ്യത്യാസം നോക്കുക, കണ്ടാലറിയാം. അപ്പം നമ്മളിത് നടുമ്പോൾ ഒരു കാരണവശാലും ഇതിന് മുകളിൽ മണ്ണ് വരരുത്. ഇതിൻ്റെ താഴെ മാത്രമേ മണ്ണിരിക്കാവൂ. വളരെ ശ്രദ്ധിച്ചോണം. ഈ ഭാഗത്ത് ഈ ഗ്രാഫ്റ്റ് ചെയ്ത് കിളിർത്ത ഈ ഭാഗത്ത് നമ്മൾ മണ്ണിടുവാണെങ്കിൽ ആ മണ്ണിൽ നിന്നും രോഗകീടബാധകളൊക്കെ പടർന്ന് ഇത് പൂർണ്ണമായിട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ മണ്ണിടരുത് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ മറ്റ് ഇപ്പോൾ വാഴ, ഇതിന് സമീപത്തായിട്ടൊരു വാഴ നിൽപ്പുണ്ട്, റോബസ്റ്റ വാഴ. അപ്പോൾ ഇത് കഴിഞ്ഞ ഉണക്കത്ത് ഇപ്പോൾ ഒരു 6 മാസം ആയതിൽ തൈ വെച്ചിട്ട് കഴിഞ്ഞ ഉണക്ക് സമയത്താണ് ഈ മാവ് എനിക്ക് കിട്ടിയത്, ഈ മാവ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ വാഴയുടെ മാതൃസസ്യം, ഈ വാഴത്തൈയുടെ മാതൃസസ്യം നല്ലൊരു കൊലയായിട്ട് നിൽക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കളയാതെ തന്നെ ഈ മാവ് ഇവിടെ കൊണ്ടുവച്ചത്. ഇവിടെ തന്നെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാന്തൈ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നല്ല മഴയായി, നല്ല ഉണക്കായപ്പോൾ ഇത് പിടിച്ചു വെക്കാനൊക്കെ അത് വന്നു. പിന്നെ നല്ല മഴയായി. അതുകൊണ്ട് ഈ മാവ് ഇവിടെ നിൽക്കുമ്പോൾ ഈ വാഴ ഇവിടെ നിന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വാഴയ്ക്കും വളം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മാവിനും വളം ചെയ്യണം. പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ മാവിൻ്റെ തൈമാവിന് നിയന്ത്രിതമായ വളപ്രയോഗം നടത്തണം. അതായത് ഇതിൻ്റെ റൗണ്ടിൽ വൃത്തത്തിൽ തടമെടുത്ത് ആ തടത്തിനകത്ത് വേണം നമ്മൾ വളപ്രയോഗം നടത്തേണ്ടത്. അതുപോലെ തന്നെ മറ്റുള്ള മാവിനങ്ങൾക്ക് പോലെ തന്നെ ഇതിന് പ്രൂണിങ് നടത്തണം. മുമ്പ് പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. 3-ാമത്തെ കൊല്ലം കായ്ക്കും എന്നുള്ളതല്ല സത്യം. പകരം ഇത് ഒരു വർഷത്തിൽ 3 പ്രാവശ്യം കായ്ക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. കാരണം ആദ്യം നല്ല രീതിയിൽ ഇഷ്ടംപോലെ കായ്കൾ, ധാരാളം കായ്കൾ കിട്ടും. അപ്പം ഈ മൂവാണ്ടൻ മാങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സ്വാദിഷ്ടമാണ്. അതുപോലെ തന്നെ ധാരാളമായി കായ്ഫലം ലഭിക്കുന്നുണ്ട്. ഒപ്പം ഇതിൻ്റെ കായ്കളോ പൂക്കളോ ഒന്നും കേടുവന്ന് പൊഴിഞ്ഞു പോകത്തില്ല. മറ്റുള്ള നാടൻ കിളിച്ചുണ്ട മാവൊക്കെ ആണെങ്കിൽ ധാരാളം പൂക്കുകയും കായ്ക്കും ചൊല്ലും. പൂ ആകുമ്പോൾ മുതൽ തന്നെ കേടുപാടുകൾ വന്ന് പൂക്കളും കായ്കളൊക്കെ കൊഴിഞ്ഞു പോകാൻ സാധാരണ. പക്ഷേ ഇതങ്ങനെ പോകത്തില്ലെന്ന് മാത്രമല്ല, നല്ല സ്വാദിഷ്ടമായ ഒരു മാമ്പഴമാണ് ഈ മൂവാണ്ടൻ മാങ്ങ. പിന്നെ ഇതിൻ്റെ ഒരു ന്യൂനത എന്ന് വെച്ചാൽ ഇത് വളരെ ഉയരത്തിൽ വളരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഉയരത്തിൽ വളരുമ്പോൾ നമ്മളിതിൻ്റെ ശിഖരങ്ങൾ മുറിച്ച്, നമ്മുടെ ഒരാൾക്ക് മാങ്ങ പറിച്ചെടുക്കത്തക്ക രീതിയിൽ നമ്മൾ ശിഖരങ്ങൾ മുറിച്ച് ഒതുക്കി വളർത്തണം. അങ്ങനെ ആവുന്നുണ്ടേ നമുക്ക് തറയിൽ നിന്നുകൊണ്ട് തന്നെ കായ്കൾ പറിക്കാം. മുൻകാലങ്ങളിൽ ഇത് എത്ര വലുതായി പോയാലും നമ്മുടെ കേരളത്തിൽ ശിഖരങ്ങൾ മുറിക്കാതില്ലായിരുന്നു. കാരണം അന്നൊക്കെ ഇതിലെ കുട്ടികളൊക്കെ ഇത് കയറി പറിക്കാനും ഒക്കെ ഉള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരാൾ ഉയരമാവുന്നുണ്ടെങ്കിൽ നമ്മൾ ശിഖരങ്ങൾ മുറിക്കണം. ഇതിപ്പോൾ 2 ശിഖരങ്ങൾ മുറിച്ചിട്ടുണ്ട്. ഇനിയും ഈ മഴക്കാലം അവസാനത്തോടുകൂടി തന്നെ ഒരാൾ ഉയരത്തിൽ ഏതാണ്ട് ഈ ഭാഗം വെച്ച് ശിഖരങ്ങൾ മുറിച്ച് കളഞ്ഞാൽ ഇവിടുന്ന് കിളിച്ച് ഒരു കുട ആകൃതിയിൽ, വലിയൊരു പന്തലിച്ച് നിൽക്കുന്ന ഒരു ആകൃതിയിലാവും. ഇഷ്ടം പോലെ പഴവും കിട്ടും. അപ്പം നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്തും വഡ് ചെയ്തതുമായ ഈ എല്ലാ ഫലവൃക്ഷങ്ങൾക്കും നമ്മൾ വളപ്രയോഗം നടത്തേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ വേരുകൾക്ക് ഒരുപാട് ദൂര സ്ഥലത്തേക്ക് പോയി ജലവും ലവണങ്ങളും വലിച്ചെടുക്കാനുള്ള ഒരിതില്ല. അതുകൊണ്ട് തന്നെ വളം പ്രയോഗം നടത്തണം. അപ്പം നമ്മൾ ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കൂടാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അല്പം മണ്ണിടാൻ പോവുകയാണ്. വേപ്പിൻ പിണ്ണാക്കൊക്കെ നിങ്ങൾക്ക് കാണാം, കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ഇതുണ്ട്. ഇത് വേപ്പിൻ പിണ്ണാക്കാണ്, പിണ്ണാക്കാണ് ഇട്ട് കൊടുത്തു. ഇനിയും ഒരല്പം മണ്ണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്നിട്ട് കൊടുക്കണം. മണ്ണിട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്പം
ഇലകളെന്ന് വെച്ചാൽ ചവറുകൾ, നമ്മുടെ പുരയിടത്തു നിന്നൊക്കെയുള്ള പോച്ചകളോ ചവറുകളോ ഒക്കെ അല്പം ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കണം. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് ഒരു കാരണവശാലും ഈ ഇലകൾ മുട്ടി വരരുത്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ അല്പം ഒഴിച്ച് മാത്രമേ നമ്മൾ ഇതിടാം. അപ്പോൾ നമ്മൾ കരിയില ഇട്ടപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ചോട്ടിൽ നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല. മഴ പരുവമെല്ലാം കഴിഞ്ഞ് നല്ല ഉണക്കാവുമ്പോൾ മാത്രമേ ഇങ്ങനെ കരിയില ഇടാവൂ. അപ്പോൾ പ്രശ്നമില്ല. പിന്നെ നല്ല രീതിയിൽ കായ്ഫലമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കരിയിലൊന്നും ഇടേണ്ട കാര്യമില്ല. കുറച്ചുകൂടെ വിസ്തൃതിക്ക് ഇതുപോലെ മണ്ണ് റൗണ്ട് ചെയ്തതിന് ശേഷം, വൃത്തത്തിൽ റൗണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം മൂവാണ്ടൻ മാങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 3 വർഷം ആകുമ്പോൾ കായ്ക്കും എന്നുള്ളതല്ല, ഒരു വർഷത്തിൽ 3 പ്രാവശ്യം കായ്ക്കും എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയിരിക്കണം. നല്ല പരിചരണം കിട്ടിയാൽ ആദ്യം ശരിക്ക് കായ്ഫലം കിട്ടും. രണ്ടാമത്തെ പ്രാവശ്യം അതിൽ കുറച്ച് കിട്ടും. പിന്നീട് അതിൽ കുറച്ചും കിട്ടും. മൂന്നാമതുണ്ടാകുന്ന കായ്കൾ അല്പം വലിപ്പം കുറവുള്ളതായിരിക്കും. രുചിയും അല്പം വ്യത്യാസം കാണും. അതായത് രുചി കുറവുണ്ടായിരിക്കും. ഇതാണ് മൂവാണ്ടൻ മാവിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ ഈ മൂവാണ്ടൻ മാവ് ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങളിൽ പഴയ കാലം മുതൽ തന്നെ നമ്മുടെ അച്ഛന്മാരും മുത്തശ്ശന്മാരും ഒക്കെ ഈ കുരുമുളക് വളർത്തുമായിരുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴിറങ്ങുന്ന ഈ പന്നിയൂർ വണ്ണ് അങ്ങനെയൊക്കെയുള്ള കുരുമുളകിനൊക്കെ ധാരാളം ചൂടും സൂര്യപ്രകാശവും ഉണ്ടെങ്കിൽ മാത്രമേ അത് രോഗങ്ങളൊന്നുമില്ലാതെ പിന്നെ പടർന്ന് കയറി നമുക്ക് കായ്ഫലം തരത്തുള്ളൂ, മുളക് കിട്ടത്തുള്ളൂ. എന്നാൽ നമ്മുടെ നാടൻ ഇനങ്ങളെല്ലാം തന്നെ കരിയിലഞ്ചി, അതുപോലെ തന്നെ അരിമുളക്, അപ്പോൾ അങ്ങനെ നാരായക്കൂടി, ഇതെല്ലാം തന്നെ യാതൊരു കാരണവശാലും തണൽ മരങ്ങളിലും വളരും. പഴയ കാലങ്ങളിൽ അതൊക്കെയായിരുന്നു നമ്മൾ വളർത്തിക്കൊണ്ട് വന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇതിപ്പോൾ ഇതിൻ്റെ ശിഖരങ്ങൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതേപോലെ കുറേയും കൂടെ കഴിയുന്നുണ്ടെങ്കിൽ ഈ ശിഖരം മുറിച്ച് കളയും. അപ്പോൾ ഇത് ഒരുപാട് ഉയരങ്ങളിൽ പോത്തുമില്ല. അതുപോലെ തന്നെ ഇലകളൊക്കെ കുറേ കഴിയുന്നുണ്ടെങ്കിൽ പൊഴിഞ്ഞു പോകും. അപ്പോൾ തന്നെ ഇതിന് സൂര്യപ്രകാശം കിട്ടാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നമ്മളിവിടെ നടുന്നത് കരിമുണ്ട എന്ന ഇനത്തിൽപ്പെട്ട ഒരു മുളക് കൂടിയും കൂടെ നമ്മൾ ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാവിൽ നിന്നുള്ള ആദായം കിട്ടുന്നതോടൊപ്പം തന്നെ ഈ മുളകിൽ നിന്ന് നമുക്കൊരു ആദായം കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മാവിന് വളം ഇടുന്നതോടൊപ്പം തന്നെ ഈ മുളകിനൂടെ നമ്മൾ വളമിട്ട് കൊടുക്കണം. മുളകിനിടുന്ന വളത്തിൻ്റെ 50% ഈ മാവ് വലിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് കണക്കെടുത്തുകൊണ്ട് വേണം നമ്മൾ വളമിടാൻ. അപ്പം അങ്ങനെ ചെയ്താൽ ഇതിപ്പം ഈ കരിമുണ്ട ഇനത്തിൽപ്പെട്ട ഒരു മുളക് പൊടിയാണ്. കരിമുണ്ട ഇനത്തിൽപ്പെട്ട മുളക് പൊടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് കുറഞ്ഞ സൂര്യപ്രകാശത്തിലും ഒക്കെ വളരുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമാണ്. അപ്പോൾ ഇത് ഒരു മാസം കൂടെ കഴിയും. ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഒരു തൈയാണ്. ഒരു മാസം കൂടെ കഴിയുന്നുണ്ടെങ്കിൽ ഇതിലൊന്നുകിൽ പുതിയ ശിഖരങ്ങളുണ്ടാവും, പുതിയ വള്ളികളുണ്ടാവും. അതല്ലെങ്കിൽ ഈ വള്ളി തന്നെ നീളം വെക്കും. അങ്ങനെ വരുന്ന ഇതേപോലെ ഒരു കമ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഈ വള്ളി അതേലോട്ട് കയറ്റി വിടുക. കയറ്റി വിട്ടിട്ട് കെട്ടാൻ നേരം നമ്മൾ ഉപയോഗിക്കേണ്ട സംഗതി എന്ന് വെച്ചാൽ, എപ്പോഴും ഒന്നുകിൽ വാഴയുടെ നല്ല വള്ളിയോ അതല്ലെങ്കിൽ ഇഴക്കയറോ അല്ലെങ്കിൽ ചണമോ മാത്രം ഉപയോഗിച്ച് മുളകിൻ്റെ വള്ളികൾ, കുരുമുളകിൻ്റെ വള്ളികൾ കെട്ടാവും. അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളികൾ ഉപയോഗിച്ച് കെട്ടുവാണെങ്കിൽ ഈ സസ്യങ്ങളുടെ വളർച്ച, അതുപോലെ മുളകിൻ്റെയൊക്കെ വളർച്ചയാവുന്നുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് വള്ളിയിൽ ഞെരുങ്ങിയിരുന്ന് ആ മുളകിൻ്റെ വള്ളി പിന്നെ പോകാൻ, അത് മുറിഞ്ഞു പോകാനും, അതുപോലെ ഇതേലാ വെച്ച് കിട്ടുന്നെങ്കിൽ അതിനും കേടുപാടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, മുളക് പൊടികൾ വള്ളി കെട്ടാൻ എപ്പോഴും അലിഞ്ഞു പോകുന്ന, പ്രകൃതിയിൽ തന്നെ അലിഞ്ഞു പോകുന്ന വള്ളികൾ ഉപയോഗിച്ചേ കെട്ടാവും. വാഴവള്ളി, അതുപോലെ തന്നെ ഇഴക്കയർ, ചണം, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ താല്പര്യം കാണുമെന്ന് വിശ്വസിക്കുന്നു. കൃഷിയും ഗൃഹവൈദ്യവും സംബന്ധിച്ച അറിവുകൾ ശേഖരിക്കാനും അത് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ എത്തിക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ പൂർണ്ണമായ സഹായവും സഹകരണങ്ങളും സാധനം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.